കോഴിക്കോട് നഗരത്തിന്റെ ഹൃദയഭാഗമായ പാളയത്തിൽ നിന്ന് ഇന്ന് പുലർച്ചെ പുറത്തു വന്ന വാർത്തയാണ് ഇപ്പോൾ ചർച്ചാ വിഷയമാകുന്നത്. പാളയം പുതിയ കോവിലകം പറമ്പ് സ്വദേശിയായ ബിജു എന്ന 40-കാരനെ സ്വന്തം വീട്ടിനുള്ളിൽ അതിക്രൂരമായ രീതിയിൽ ചോര വാർന്ന് മരിച്ച നിലയിൽ കണ്ടെത്തുകയായിരുന്നു. കഴുത്തിലും വയറിലും മാരകമായ വെട്ടേറ്റ നിലയിൽ കണ്ടെത്തിയ മൃതദേഹം ആസൂത്രിതമായ ഒരു കൊലപാതകത്തിന്റെ വ്യക്തമായ സൂചനകളാണ് നൽകുന്നത്. ഈ ദാരുണമായ സംഭവം പുറലോകം അറിയുന്നത് പുലർച്ചെ ഏകദേശം 3 മണിയോടെയാണ്. സാധാരണക്കാരായ ക്ഷീരകർഷക കുടുംബം താമസിക്കുന്ന ഈ വീട്ടിൽ ബിജുവിനെ കൂടാതെ അമ്മ മാത്രമാണ് സംഭവ സമയത്ത് ഉണ്ടായിരുന്നത്. ബിജുവിനെ വീട്ടിലെ നിത്യേനയുള്ള ജോലികളെല്ലാം ഏൽപ്പിച്ച ശേഷം പിതാവ് കഴിഞ്ഞ ദിവസം തമിഴ്നാട്ടിലെ കോയമ്പത്തൂരിലേക്ക് ഒരു ആവശ്യത്തിനായി പോയിരുന്നു. ഇതേ തുടർന്ന് ശനിയാഴ്ച രാത്രി വീട്ടിൽ ബിജുവും അമ്മ ബേബിയും മാത്രമാണ് ഉണ്ടായിരുന്നത്. സാധാരണയായി പുലർച്ചെ കൃത്യസമയത്ത് എഴുന്നേറ്റ് വീട്ടിലെയും തൊഴുത്തിലെയും ജോലികളിൽ വ്യാപൃതനാകാറുള്ള ബിജുവിനെ ഇന്ന് പുലർച്ചെ സമയമായിട്ടും കാണാത്തതിനെ തുടർന്നാണ് അമ്മ അന്വേഷിച്ചിറങ്ങിയത്. പുലർച്ചെ 3 മണിയോടെ മകന്റെ കിടപ്പുമുറിയുടെ സമീപത്തെത്തി വാതിൽ മുട്ടി വിളിച്ചെങ്കിലും അകത്തു നിന്ന് യാതൊരുവിധ അനക്കവും ഉണ്ടായിരുന്നില്ല. പലതവണ ആവർത്തിച്ച് വിളിച്ചിട്ടും മറുപടി ലഭിക്കാത്തതോടെ അമ്മ വാതിൽ തുറക്കാൻ ശ്രമിച്ചപ്പോഴാണ് ഞെട്ടിപ്പിക്കുന്ന ആ യാഥാർത്ഥ്യം തിരിച്ചറിഞ്ഞത്. മുറി അകത്തു നിന്നല്ല, മറിച്ച് പുറത്തുനിന്ന് പൂട്ടിയ നിലയിലായിരുന്നു. സാധാരണയായി രാത്രി ഉറങ്ങാൻ കിടക്കുമ്പോൾ ബിജു മുറി അകത്തു നിന്ന് പൂട്ടി സുരക്ഷിതമാക്കിയാണ് കിടക്കാറുള്ളത് എന്ന് അമ്മ സാക്ഷ്യപ്പെടുത്തുന്നുണ്ട്. എന്നാൽ ഇന്ന് അത് പുറത്തുനിന്ന് പൂട്ടിയ നിലയിൽ കണ്ടതോടെ വലിയ അപകടം മണത്ത അമ്മ ഉടൻ തന്നെ വാതിൽ തുറന്ന് അകത്തു കയറുകയായിരുന്നു. അവിടെ അവർ കണ്ടത് ചോരയിൽ കുളിച്ചു കിടക്കുന്ന തന്റെ മകന്റെ നിശ്ചലമായ ശരീരമാണ്. ശരീരത്തിൽ നിന്ന് കട്ട പിടിച്ച ചോരയൊഴുകി മുറിയാകെ പടർന്ന നിലയിലായിരുന്നു. അമ്മയുടെ നിലവിളി കേട്ട് ഓടിയെത്തിയ അയൽവാസിയാണ് ഉടൻ തന്നെ കോഴിക്കോട് സിറ്റി പോലീസ് കൺട്രോൾ റൂമിൽ വിളിച്ച് വിവരമറിയിച്ചത്. വിവരമറിഞ്ഞ് കസബ പോലീസും വിരലടയാള വിദഗ്ധരും ഡോഗ് സ്ക്വാഡും ഉടനെ തന്നെ വീട്ടിലേക്ക് എത്തുകയായിരുന്നു. പോലീസിന്റെ പ്രാഥമിക ഇൻക്വസ്റ്റ് പരിശോധനയിൽ ബിജുവിന്റെ കഴുത്തിലും വയറ്റിലും ആഴത്തിലുള്ളതും മാരകവുമായ വെട്ടേറ്റ പാടുകൾ കണ്ടെത്തുകയുണ്ടായി. മൂർച്ചയേറിയ മാരകായുധം ഉപയോഗിച്ച് പ്രതികൾ ബിജുവിനെ ക്രൂരമായി വെട്ടി പരിക്കേൽപ്പിക്കുകയും ചോര വാർന്ന് മരണം ഉറപ്പാക്കിയ ശേഷം ആരും അറിയാതിരിക്കാൻ മുറി പുറത്തുനിന്ന് പൂട്ടി രക്ഷപ്പെടുകയുമായിരുന്നു എന്നാണ് പോലീസ് നൽകുന്ന പ്രാഥമിക നിഗമനം. ഇൻക്വസ്റ്റ് നടപടികൾ വേഗത്തിൽ പൂർത്തിയാക്കിയ ശേഷം മൃതദേഹം വിശദമായ പോസ്റ്റ്മോർട്ടത്തിനായി കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് മാറ്റിയിട്ടുണ്ട്. കൃത്യമായ മരണസമയവും ആയുധത്തിന്റെ സ്വഭാവവും മുറിവുകളുടെ ആഴവും വ്യക്തമാകണമെങ്കിൽ മെഡിക്കൽ കോളേജിൽ നിന്നുള്ള പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് പുറത്തു വരേണ്ടതുണ്ടെന്നാണ് പോലീസ് പറയുന്നത്. അതേസമയം ബിജുവിന്റെ കൊലപാതകത്തിന് പിന്നിൽ വലിയൊരു പ്രതികാര ബുദ്ധി ഉണ്ടെന്നാണ് കുടുംബവും നാട്ടുകാരും ഒരേപോലെ ആരോപിക്കുന്നത്. വലിയ ജനസാന്ദ്രതയുള്ള പാളയം പച്ചക്കറി മാർക്കറ്റിന് തൊട്ടു പിന്നിലായി സ്ഥിതി ചെയ്യുന്ന ഈ പ്രദേശത്ത് സാമൂഹിക വിരുദ്ധരുടെ ശല്യവും ലഹരി വിൽപ്പനയും പരസ്യമായി മദ്യവും വളരെ കാലമായി പതിവാണെന്ന് നാട്ടുകാർ പരാതിപ്പെടുന്നു. അടുത്തിടെ കോഴിക്കോട് സിറ്റി പോലീസിന്റെ നേതൃത്വത്തിൽ ഈ മേഖലയിൽ ഗുണ്ടാലഹരി മാഫിയകളെ അടിച്ചമർത്താനായി ഓപ്പറേഷൻ തൂഫാൻ എന്ന പേരിൽ അതിശക്തമായ റെയ്ഡുകളും പരിശോധനകളും നടത്തി വരികയായിരുന്നു. ഈ പോലീസ് നടപടികൾക്ക് പ്രദേശവാസിയായ ബിജു വലിയ രീതിയിലുള്ള പിന്തുണ നൽകിയിരുന്നു. പ്രദേശത്ത് പരസ്യമായി മദ്യപിക്കുന്നവരെയും അനാവശ്യമായി തമ്പടിക്കുന്ന ലഹരി സംഘങ്ങളെയും കുറിച്ചുള്ള കൃത്യമായ വിവരങ്ങൾ ബിജു പോലീസിന് നിരന്തരം കൈമാറുന്നുണ്ടായിരുന്നു എന്ന് അമ്മ ബേബി മാധ്യമങ്ങളോട് വെളിപ്പെടുത്തി. സാമൂഹ്യ വിരുദ്ധരുടെ ഇത്തരം പ്രവർത്തനങ്ങൾക്കെതിരെ ബിജു പരസ്യമായി പ്രതികരിച്ചിരുന്നതിനാൽ ലഹരി മാഫിയയ്ക്ക് ബിജുവിനോട് കടുത്ത ശത്രുതയുണ്ടായിരുന്നു. ഈ വൈരാഗ്യമായിരിക്കാം അർദ്ധരാത്രിയിൽ വീട്ടിൽ അതിക്രമിച്ചു കയറി യുവാവിനെ വകവരുത്താൻ പ്രതികളെ പ്രേരിപ്പിച്ചത് എന്നാണ് കുടുംബം സംശയിക്കുന്നത്. ശനിയാഴ്ച രാത്രി 10:30യോടെയും ബിജുവിനെ നാട്ടുകാർ പ്രദേശത്ത് സാധാരണ നിലയിൽ കണ്ടിരുന്നു. അപ്പോഴൊന്നും യാതൊരുവിധ പ്രശ്നങ്ങളും യുവാവിന് ഉണ്ടായിരുന്നില്ലെന്നും അവർ പറയുന്നു. നിലവിൽ പ്രദേശത്തെ എല്ലാ പ്രധാന റോഡുകളിലെയും വ്യാപാര സ്ഥലങ്ങളിലെയും CCTV ദൃശ്യങ്ങൾ കേന്ദ്രീകരിച്ചാണ് പോലീസ് അന്വേഷണം ഊർജിതമാക്കിയിരിക്കുന്നത്. ശനിയാഴ്ച അർദ്ധരാത്രിക്ക് ശേഷം ഈ പ്രദേശത്ത് സംശയാസ്പദമായ സാഹചര്യത്തിൽ അപരിചിതർ ആരെങ്കിലും വന്നിട്ടുണ്ടോ എന്നും കൊലപാതകത്തിനു ശേഷം പാളയം മാർക്കറ്റ് വഴിയോ മറ്റ് ഇടവഴികൾ വഴിയോ ആരെങ്കിലും ഓടി രക്ഷപ്പെട്ടിട്ടുണ്ടോ എന്നും പോലീസ് സംഘം CCTV ക്യാമറകൾ പരിശോധിച്ച് ഉറപ്പുവരുത്തുന്നുണ്ട്. ഇതോടൊപ്പം ബിജുവിന്റെ വ്യക്തിപരമായ ബന്ധങ്ങളും ഫോൺ കോളുകളും പോലീസ് സൈബർ സെല്ലിന്റെ സഹായത്തോടെ സമാന്തരമായി നിരീക്ഷിച്ചു വരികയാണ്. പ്രദേശത്തെ ഗുണ്ടാലഹരി മാഫിയ സംഘങ്ങളിലേക്ക് അന്വേഷണം വ്യാപിച്ചാൽ പ്രതികളെ എത്രയും വേഗം നിയമത്തിന് മുന്നിൽ കൊണ്ടുവരാൻ സാധിക്കുമെന്ന ആത്മവിശ്വാസത്തിലാണ് സിറ്റി പോലീസ്.